ഹായ് ഹലോ നമസ്കാരം. AFPTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് CASF കോൺസ്റ്റബിൾ ഫയർമാൻ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. CASF കോൺസ്റ്റബിൾ ഫയർമാൻ ഇത്തരത്തിൽ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നൽകേണ്ട അവസാന ഡേറ്റിലേക്ക് കടക്കുകയാണ്. ഫിസിക്കൽ ടെസ്റ്റാണ് ഫസ്റ്റ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഇല്ല. ഇതൊരു യൂണിഫോം പോസ്റ്റാണ്. യൂഷ്വൽ എല്ലാ അലവൻസും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പക്ക യൂണിഫോം പോസ്റ്റാണ്. സോ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും തന്നെ ഇത്തരത്തിൽ ഒരു യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നൽകാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 31/8/2024 മുതൽ 30/9/2024 വരെയാണ്. അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ നൽകാനുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ 30/9/2024 എന്നൊരു ഡേറ്റിലേക്ക് ഇപ്പോൾ നമുക്ക് കടക്കാൻ ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവരെല്ലാം ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. CASFൻ്റെ ഈ ഒരു പോസ്റ്റിലേക്ക് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. നിങ്ങളുടെ സാലറി പാക്കേജ് എന്ന് പറയുന്നത് 21,700 രൂപ മുതൽ 69,700 രൂപ വരെയാണ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന നല്ലൊരു ജോലിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നടക്കാൻ പോകുന്നത് ഫിസിക്കൽ ടെസ്റ്റ് തന്നെയായിരിക്കും. ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, റിട്ടൺ എക്സാം OMR ആണ്, മെഡിക്കൽ എക്സാം, റിവ്യൂ മെഡിക്കൽ എക്സാം എന്നീ തരത്തിലായിരിക്കും എക്സാംസിൻ്റെ ഒരു പാറ്റേൺ, ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് തന്നെ പറയുന്നത്. സോ അപ്പം ഈ ഒരു അവസരം മാക്സിമം തന്നെ യൂട്ടിലൈസ് ചെയ്യുക. മൊത്തത്തിൽ ഓൾ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1130 വേക്കൻസീസ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 സയൻസ് ആണ്. +2 പാസ്സായിരിക്കണം. ഏതെങ്കിലും ഒരു സയൻസ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സയൻസ് സബ്ജക്റ്റുമായിട്ട് നിങ്ങൾ പാസ്സായിരിക്കണം എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഏജ് ലിമിറ്റിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 മുതൽ 23 വയസ്സിനിടയിൽ പ്രായമുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇതിൻ്റെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 1/10/2001 30/1/2006 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC ST വിഭാഗത്തിന് ഏകദേശം 5 വർഷമാണ് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ OBC വിഭാഗത്തിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. SC ST എക്സ് സർവീസ്മാൻസ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. OBC ജനറൽ തുടങ്ങിയ കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നൽകിയതിൽ എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 10/10/2024 മുതൽ 12/10/2024 വരെയാണ്. അപ്പോൾ മാക്സിമം കറക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ആപ്ലിക്കേഷൻസ് അയക്കാൻ ശ്രമിക്കുക. കറക്ഷൻ ഫീ ആയിട്ട് 200 രൂപയാണ് കറക്ഷൻ ഫീ ആയിട്ട് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി പറയുന്നത് ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് ഓടി പൂർത്തീകരിക്കണം. ചെസ്റ്റിൻ്റെ അളവ് 80 പറയുന്നത്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ എക്സ്ട്രാ, അതായത് 85 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് ശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. അതിനുശേഷമായിരിക്കും റിട്ടൺ എക്സാം എന്ന് പറയുന്നത്. 120 മിനിറ്റാണ് എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ നൽകാനായിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഡിഫൻസ് ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ AFPTയുടെ കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ്. പത്തനംതിട്ടയിലെ ഇലവൻതിട്ട ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ഇതാ ഞങ്ങളുടെ ഷുവർ ഷോട്ട് ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.